മോദി വരുന്നതിന് മുമ്പ് വർഗീയ കലാപങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ നടന്നിട്ട് 25-ലാണ് RSS ഉണ്ടായത്. 921-ലാണ് മലബാർ കലാപം ഉണ്ടായത്. ദുരവസ്ഥ വായിക്കണം കുമാരനാശാന്റെ, അപ്പൊ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? കൂട്ടത്തിലുണ്ടായിരുന്ന അംഗരക്ഷകരെ കാണാനില്ല, അവര് പിന്മാറി. പിറ്റേന്ന് അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട. ആഹാ, എന്തൊരു ലളിതമായ. സംഘപരിവാറും RSSും BJP ഇവര് പച്ചയായിട്ട് വർഗീയത പറയുന്ന ആളുകളാണ്. വർഗീയത പറയുന്നവര് പച്ചയ്ക്ക് വർഗീയത പറയുമ്പോ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. മതമുള്ളവനും മതമില്ലാത്തവനും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ മഹാരാജ്യം. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിന്നും പൊട്ടിയതൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ. ആ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഒരു പ്രത്യേക ശക്തി, ഒരു വർഗീയ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോ, സംഘപരിവാറിന്റെ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോ അവിടെ മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കാൻ തുടങ്ങി. പറഞ്ഞത് എന്തോ ഒരു പ്രത്യേക ശക്തി സംഘപരിവാർ അധികാരത്തിൽ വന്നതോടുകൂടി ഇന്ത്യയിൽ അല്പം കൂടി ചരിത്രം പഠിക്കണം. മതത്തിന്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യരെ തെരുവിൽ കുരുതി ചെയ്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അന്ന് ഇവിടെ BJP RSS ഒന്നും അല്ല ഭരിക്കുന്നത്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ. ഇപ്പോ ഈ സാഹചര്യത്തില് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ശുപാർശകളെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഇട്ടുകൊടുത്ത PM ശ്രീ പദ്ധതിയാണ്. 2025 ആദ്യഘട്ടം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് രാജ്യത്തിന് അപകടമാണ് എന്നാണ്. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണ്ട? അതെ, നീയാണോ? അതെ, ഞാനാണ്. ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും പൊതു വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടുള്ള അദ്ദേഹം ഒരു ചത്താലും അതിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ ആളാണ്. എന്താ കിഴക്കേടത്തുകാരുമായിട്ടൊരു പ്രശ്നം? കിഴക്കേടത്തുകാരുടെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഇവർ ഈ പറയുന്നത് പോലെ ഈ ശിവൻകുട്ടി ഒപ്പിട്ടപ്പോഴല്ല PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പായത്. PM ശ്രീ പദ്ധതി ഓൾറെഡി കേരളത്തിൽ നടപ്പായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന സ്കൂളുകളെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠ സാറിന് അറിയാം, 5 KV സ്കൂളുകളുണ്ട് അല്ലേ? അതിൽ പട്ടം KV എന്നുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ കേന്ദ്രീയ വിദ്യാലയമാണ്. CPM-കാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? കോൺഗ്രസ്സുകാരുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? അവിടെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ട് 2 വർഷമായി. അവരെല്ലാം വർഗീയവാദികളായോ? വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് സാർ. അല്ല, PM ശ്രീ പദ്ധതി ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട് മോളെ, ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട്, ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട് മോളെ, ചിലയിടങ്ങളിൽ നടപ്പായിട്ടുണ്ട്. 2, ഷാബാനു കേസ് എന്ന് പറയുന്നൊരു കേസ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതിനു ശേഷമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത്രയേറെ മതവൽക്കരിക്കപ്പെട്ടത്. ഷാബാനു എന്ന് പറയുന്ന സ്ത്രീക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിനെതിരെ നിയമനിർമ്മാണം നടത്തിയ ആളുടെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇന്ത്യയിൽ മോദി വന്നതിന് ശേഷമാണ് വർഗീയ കലാപങ്ങൾ. അല്ല, മോദി വരുന്നതിന് മുമ്പ് വർഗീയ കലാപങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ നടന്നിട്ട് 25-ലാണ് RSS ഉണ്ടായത്. 921-ലാണ് മലബാർ കലാപം ഉണ്ടായത്. ദുരവസ്ഥ വായിക്കണം കുമാരനാശാന്റെ, അപ്പൊ മനസ്സിലാവും. വിദ്യാഭ്യാസത്തിൽ മതം കലർത്താൻ പാടില്ല. മതം എന്ന് പറയുന്നത് KM ഷാജി പറഞ്ഞ ഒരു കാര്യത്തെ ഉദ്ധരിക്കാം, മതമാണ് 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 പ്രശ്നം. മൗദൂദിയുടെ ആശയമാണ് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്നുള്ളത്. ആ ആശയമുള്ള ഇന്ത്യയിലെ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആരാ കൊടുത്തത്? PD സതീശൻ, പിണറായി വിജയൻ. കറക്റ്റാണ്, 2 പേരുകളും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഇത് ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കണമെന്ന്. RSS പറയുന്നു ഇത് ഹിന്ദു മതരാഷ്ട്രമാണെന്ന്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, റെഡി. ഈ ആവേശം നല്ലതല്ല, എന്നെ ഭീതിപ്പെടുത്തുന്നു. അയ്യോ, അത് കുഴപ്പമില്ല, അതൊക്കെ ഒരു ഊർജ്ജമല്ലേ. അതെ, ചെറുപ്പക്കാരല്ലേ. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? ഒത്തിരി ആവേശം കൂടുമ്പോഴേക്കും നാളെ SKന്റെ ഈ പ്രോഗ്രാം ഈ നാട്ടിൽ ഇങ്ങനെ എയർ ചെയ്യുമ്പോ ഇത്രയും ആവേശം കാണുമ്പം ഇത് കണ്ടിരിക്കുന്നവരുടെ ആവേശവും BP കൂടാൻ ഇടയാകാത്ത വിധത്തിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. താനൊരു നല്ല കുട്ടി, അത് തന്റെ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഇന്ത്യക്കാരൻ, ഇന്ത്യയിൽ ജനിക്കുന്ന മനുഷ്യൻ മതത്തിൽ ജനിക്കുന്നു, മതത്തിൽ ജീവിക്കുന്നു, മതത്തിൽ മരിക്കുന്നു.
മതം ഒരു റിയാലിറ്റിയാണ് ഫോർ 90% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. സംശയമില്ല അക്കാര്യത്തിൽ. പിന്നെ ഞാൻ തല്ലണില്ല, മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതം മറ്റൊരു മതത്തെ കീഴ്പ്പെടുത്താനോ മറ്റൊരു മതത്തേക്കാൾ മെച്ചമാണെന്ന് വിചാരിക്കാനോ പാടില്ല. പലമതസാരവും ഏകമെന്ന് പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലയുവത് കണ്ടലയാതെ അമർന്നിടയണം എന്ന് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ഒരു സ്തോത്രത്തിൽ എഴുതി വെച്ചത് ഞാൻ ഓർമ്മപ്പെടുത്തും. ഈ മതസാരങ്ങളെല്ലാം ഒന്നാണെന്നുള്ള വിവരം വാസ്തവത്തിൽ നമ്മുടെ സമൂഹം പഠിപ്പിക്കുന്നില്ല. മിസ്റ്റർ എസ്കേൻ അറിയാവോ, ഞാൻ പഠിച്ച ഒരു ക്ലാസ്സിലും എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ മതം എന്താണ് എന്നറിയാനുള്ള ഒരു പാഠം പോലും ഉണ്ടായിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പിന്റെ ഉറപ്പാവില്ലോ. നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്റ്റേറ്റിൻ്റെ വിചാരം ഈ സെക്കുലർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മതത്തെ സ്പർശിക്കാൻ പാടില്ല എന്ന മട്ടിൽ ഒരു തെറ്റായ ധാരണയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സെക്കുലർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് പ്രത്യേകമായ ഒരു മതമില്ല, ഏതെങ്കിലും ഒരു മതത്തോട് സ്റ്റേറ്റ് പ്രത്യേകമായ ആഭിമുഖ്യം പാടില്ല. ഇതാണ് സെക്കുലറിസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മതം പഠിപ്പിക്കുന്നുണ്ട് കുഴപ്പമില്ല, സ്വന്തം മതമാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ലൈൻ മാത്രം, അതായത് ആ ജീവന രേഖ, അതിജീവന രേഖ, എൻ്റെ മതത്തിലുള്ള അതിജീവന രേഖ മാത്രം പഠിപ്പിച്ച് പിന്തുടരാൻ പ്രേരിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകില്ല. എന്നാൽ എൻ്റേതാണ് ശ്രേഷ്ഠം, എന്നെ പിന്തുടരൂ, ബാക്കിയെല്ലാം മോശം. ഈ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ വർഗീയത. അതിവിടെ തുറന്ന് സമ്മതിക്കാൻ എത്ര മതവാദികൾ, മതത്തിൻ്റെ പിണിയാളുകൾ തയ്യാറാകും എന്നുള്ള ചോദ്യം. 100% ഞാൻ യോജിക്കുന്നു. പറഞ്ഞ കാര്യത്തിൽ വളരെ വയസ്സായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് സാറിന്റെ. അപ്പോ നമുക്ക് എപ്പോഴും ഇപ്പോൾ തന്നെ മോറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഡിസ്പ്യൂട്ട് തോന്നുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ എല്ലാ മതങ്ങളും 3500 അല്ലെങ്കിൽ 2500 1600 വർഷങ്ങൾ പഴക്കം പുറകോട്ട് പോകുന്ന ഗോത്രകാലഘട്ടം തൊട്ടുള്ള നമ്മുടെ ചിന്തകളുടെ ഒക്കെ പ്രതിഫലനമാണ് ഓരോ മതങ്ങളും എന്ന് പറയുന്നത്. അപ്പം ഈ മതങ്ങളെ നമ്മൾ മൊത്തമായിട്ട് ഇനിയും വിദ്യാർത്ഥികളെ അത് പഠിപ്പിച്ചെടുക്കുക എന്നതിനപ്പുറം അതിൻ്റെ മൂല്യങ്ങൾ മോറൽ എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക എന്നതാണ് കുറച്ചുകൂടി ശരിയായിട്ടുള്ള രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്കിടയിൽ അടുത്തിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അവരെ അറിയണമെങ്കിൽ അയാളുടെ മതമെങ്കിലും അറിയണമെന്ന് നിലയിൽ എത്തിയിട്ടുണ്ട് എന്ന്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് അങ്ങനെ ഒരു മതം സൗഹൃദത്തിൽ കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയമുള്ള കാര്യം. ഇന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല. എന്റെ അടുത്തിരിക്കുന്നത് ആരും ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഇനി ആരും ആയിക്കോട്ടെ, എന്റെ കൂടെയാണോ, എന്റെ ക്ലാസ്മേറ്റ് ആണ് അയാളുടെ മതം അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആര് പറഞ്ഞു വഴിയില്ലെന്ന്? അതിലുപരി നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഓണവും ക്രിസ്മസും അല്ലെങ്കിൽ ഈദും എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതിനിടയിലേക്ക് ഇന്ന് ജെൻസി കുട്ടികൾക്കിടയിലും മതം കടന്നു വരുന്നുണ്ട് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്ദീപ് പറഞ്ഞത്, സന്ദീപ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഒക്കെ ശരിയാണ്. അത് BJP-യുടെ സമ്മേളനത്തിലോ മീറ്റിംഗിലോ പോയി പറയാം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന്. ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചേർന്നാണ് ഈ രാജ്യത്തെ വിഭജിച്ചത്. ആ മുസ്ലിം ലീഗുകാരന്റെ കയ്യിൽ നിന്ന് മതേതരത്വം പഠിക്കേണ്ട ഗതികേട് എന്തായാലും BJP-കാരനും ഈ നാട്ടുകാർക്കും ഇല്ല. ചേട്ടാ അപമാനിച്ചേ, ഞാൻ പോയിക്കോട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.